പാലക്കാട് സ്വദേശിക്ക് നിപ സ്ഥിരീകരിച്ചതോടെ 5 വാർഡുകൾ കണ്ടെയ്ൻമെന്റ് സോണായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. തച്ചനാട്ടുകര ഗ്രാമപഞ്ചായത്തിലെ 7, 8, 9, 11 വാർഡുകളും കരിമ്പുഴ പഞ്ചായത്തിലെ 17, 18 വാർഡുകളുമാണ് കണ്ടെയ്ൻമെന്റ് സോൺ. ജില്ലാ ഭരണകൂടം അത് പ്രഖ്യാപിച്ചിട്ടുണ്ട്. നിപ സ്ഥിരീകരിച്ച പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുന്ന തച്ചനാട്ടുകര സ്വദേശിനിയുടെ ആരോഗ്യനില ഗുരുതരമാണ്. ഇക്ബാൽ അറക്കൽ നമുക്കൊപ്പം. ഇക്ബാൽ അറക്കൽ നിപയാണെന്ന് സ്ഥിരീകരിച്ചിരിക്കുകയാണ്. സമ്പർക്കത്തിലുണ്ടായിരുന്നവർക്ക് പ്രത്യേക നിരീക്ഷണം അടക്കം ഇപ്പോൾ ഏർപ്പാടാക്കിയിട്ടുണ്ടോ? എന്തൊക്കെയാണ് സജ്ജീകരണങ്ങൾ? സുജയ, 10 ദിവസങ്ങൾക്ക് മുമ്പാണ് പാലക്കാട് നാട്ടുകൽ കിഴക്കുപുറം സ്വദേശിയായിട്ടുള്ള ഈ 38 വയസ്സുകാരിക്ക് ഇത്തരത്തിലുള്ള രോഗലക്ഷണങ്ങൾ കാണുന്നത്. വെറും മണ്ണാർക്കാട്ട് വിവിധ ആശുപത്രികളിൽ ചികിത്സ തേടുന്നു. അതിന് പിന്നാലെ ഇക്കഴിഞ്ഞ 29-നാണ് പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടുന്നത്. നിപ്പ ലക്ഷണങ്ങൾ കണ്ടതോടുകൂടി കോഴിക്കോട്ടെ വൈറോളജി ലാബിൽ വെച്ച് പ്രാഥമിക പരിശോധന നടത്തി. അപ്പോൾ നിപ്പയാണെന്ന രീതിയിലുള്ളൊരു സംശയമുണ്ടായിരുന്നു. പിന്നീടാണ് പൂനെയിലെ വൈറോളജി ലാബിലേക്ക് ഇത്തരത്തിൽ സാമ്പിൾ പരിശോധനയ്ക്ക് വേണ്ടി അയച്ചത്. ഇന്ന് രാവിലെയോടുകൂടി ഈ സാമ്പിളിന്റെ ഫലം പുറത്തു വരികയായിരുന്നു. നിപ്പ സ്ഥിരീകരിക്കുകയായിരുന്നു. ഏതായാലും ഈ 38 വയസ്സുകാരിക്ക് നിപ്പ സ്ഥിരീകരിച്ചതോടുകൂടി തച്ചനാട്ടുകര ഗ്രാമപഞ്ചായത്തിലെ 4 വാർഡുകളും അതുപോലെ തന്നെ കരിമ്പുഴ ഗ്രാമപഞ്ചായത്തിലെ 2 വാർഡുകൾ ഉൾപ്പെടെ 6 വാർഡുകളാണ് ഇപ്പോൾ കണ്ടെയ്ൻമെന്റ് സോണാക്കി പ്രഖ്യാപിച്ചിട്ടുള്ളത്. മാത്രമല്ല ഈ യുവതിയുമായി 59 പേർക്ക് ഈ സമ്പർക്കം ഉണ്ടായിട്ടുണ്ട്. 59 പേരും പ്രാഥമിക സമ്പർക്ക പട്ടികയിൽ ഉള്ളവരാണ്. പക്ഷേ ഇവർക്ക് ആർക്കും തന്നെ രോഗലക്ഷണങ്ങൾ ഇല്ല എന്നുള്ളതാണ് ഒരു ആശ്വാസകരമായിട്ടുള്ള കാര്യം. മാത്രമല്ല ഈ യുവതി ഈ ചികിത്സ തേടി പോയതെല്ലാം അവരുടെ സ്വകാര്യ വാഹനങ്ങളിലാണ്. പൊതുഗതാഗതം ഉപയോഗിച്ചിട്ടില്ല എന്നും ജില്ലാ ഭരണകൂടം കണ്ടെത്തിയിട്ടുണ്ട്. പക്ഷേ രോഗപ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഇപ്പോൾ ഈ സമ്പർക്ക പട്ടികയിലുള്ള മുഴുവൻ ആളുകളെയും ക്വാറന്റൈൻ പോകാൻ വേണ്ടി ജില്ലാ ഭരണകൂടം നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മാത്രമല്ല ഈ യുവതിയുടെ വീടിന് സമീപമുള്ള 3 കിലോമീറ്റർ ചുറ്റളവിൽ ഇപ്പോൾ പ്രവേശന നിരോധനവും ഇപ്പോൾ ജില്ലാ ഭരണകൂടം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇത്തരത്തിൽ 6 വാർഡുകളിൽ കണ്ടെയ്ൻമെന്റ് സോണാക്കി പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുള്ളത്. ഏതായാലും യുവതിയുടെ വീട് നിൽക്കുന്ന പ്രദേശമായിട്ടുള്ള നാട്ടുകളിലേക്ക് കിഴക്കുമ്പോൾ പ്രദേശത്ത് കനത്ത ജാഗ്രതാ നിർദ്ദേശം ജില്ലാ ഭരണകൂടം നൽകിയിരുന്നു. അതിനോടൊപ്പം തന്നെ വിവിധ വകുപ്പുകളുടെ നേതൃത്വത്തിൽ ഈ പ്രദേശത്ത് പരിശോധന നടത്തും. എങ്ങനെയാണ് ഉറവിടം, ഈ നിപ്പയുടെ ഉറവിടം എന്താണെന്നുള്ളതാണ് ഇനി ഉദ്യോഗസ്ഥർ പരിശോധിക്കുന്നത്. മാത്രമല്ല ഈ വിശദമായിട്ടുള്ള ഒരു റൂട്ട് മാപ്പും ഇപ്പോൾ ജില്ലാ ഭരണകൂടം തയ്യാറാക്കുകയാണ്. പോലീസിന്റെ കൂടി സഹായത്തോടു കൂടിയാണ് ഇത്തരത്തിൽ വിശദമായിട്ടുള്ള റൂട്ട് മാപ്പും അതുപോലെ തന്നെ വിശദമായിട്ടുള്ള സമ്പർക്ക പട്ടികയും ഇപ്പോൾ ജില്ലാ ഭരണകൂടം തയ്യാറാക്കാനുള്ള ശ്രമത്തിലേക്ക് കടന്നിരിക്കുന്നത്. സുജയ, ഇക്ബാൽ അറക്കലാണ് വിവരങ്ങൾ നൽകിയത്. സംസ്ഥാനത്ത് വീണ്ടും ഒരാൾക്ക് നിപ്പ സ്ഥിരീകരിച്ചിരിക്കുകയാണ്. അവരുടെ ആരോഗ്യനില ഗുരുതരമാണ്.